പ്രധാനമായും ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ ഏറ്റവും പുതിയ പ്രൊഡക്റ്റുകളായിട്ടുള്ള കുറച്ച് 3-4 പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എല്ലാ ആളുകൾക്കും ഹെൽത്ത് ബെനിഫിറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ്, പ്രതിരോധ ശേഷിയാണ്. ഒരു അസുഖവും ഇല്ലാതെ നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് വെൽനസ് പ്രൊഡക്റ്റുകൾ. അല്ലാതെ ഒരിക്കലും ഏതെങ്കിലും അസുഖത്തെ ചികിത്സിക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. എങ്കിലും അസുഖങ്ങളെ ചികിത്സിക്കുന്ന തരത്തിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം മറ്റൊന്നുമല്ല. ആരോഗ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അതിനെ ഏതെങ്കിലും അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി, ശരീരത്തിന്റെ എല്ലാ കലകൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ വൈറ്റമിൻസും മിനറൽസിന്റെയും സമ്പന്നതയും, ഇതാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ നല്ല ചുമരിലെ നല്ല ചിത്രം വരയ്ക്കാൻ പറ്റും. അപ്പോ ചുമര് നന്നായി നിലനിർത്തുക. അതേപോലെ നമ്മുടെ ആരോഗ്യത്തെ, ശരീരത്തെ വളരെ പെർഫെക്റ്റായി നിലനിർത്താൻ സഹായിക്കുന്ന ഫുഡ് സപ്ലിമെന്റുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകൾ. ആ വെൽനസ് പ്രൊഡക്റ്റുകളിൽ ഞാനൊക്കെ എത്ര കാലം ആഗ്രഹിച്ചതാണ് ഹെൽത്ത് ബെനിഫിറ്റിന്റെ കാര്യത്തിൽ. നമ്മുടെ സ്പൈറുലിന ഗോൾഡിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഹെൽത്ത് ബെനിഫിറ്റിന്റെ കാര്യത്തിൽ പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം. ഞാനൊക്കെ എന്റെ ചെറിയ പ്രായം മുതൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഏറ്റവും ഔഷധ മൂല്യമുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ്, എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥമാണ്, എല്ലാ വീടുകളിലും കാണാൻ കഴിയുന്ന മുരിങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ മുരിങ്ങ എന്ന് പറയുന്ന കണ്ടന്റ്. എന്തുകൊണ്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റിലും ഇതിനെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു സന്ദേഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ്, കമ്പനി ഒന്നും മാറ്റി നിർത്തില്ല, 100% ഉറപ്പാണ്. ഇതൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഏറ്റവും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള മുരിങ്ങ നമ്മുടെ കമ്പനിയും അവതരിപ്പിച്ചത്. അപ്പൊ ഏതായാലും വളരെ സന്തോഷമുണ്ട്. ആ മുരിങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വന്നതോടുകൂടി തന്നെ നമുക്ക് ഒരു റീച്ച് ചെയ്യാൻ പറ്റുന്ന മേഖല ഒന്നുകൂടെ വർദ്ധിച്ചിരിക്കുന്നു. എല്ലാ ആളുകളിലേക്കും നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നു. അതിന് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ്, അതായത് ചെറിയ പണത്തിന്റെ മൂല്യത്തിന് വലിയ ഗുണം കിട്ടുന്ന ഉൽപ്പന്നം. ഇതാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിയ മുരിങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. കാരണം നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളെ പറ്റിയും പൊതുവെ ആളുകൾ സംസാരിക്കുന്ന ഒരു രീതി നമുക്കറിയാം, ഇതിനൊന്നും വലിയ റേറ്റ് അല്ല. പക്ഷെ ആളുകളുടെ മനസ്സിൽ എല്ലാ പ്രൊഡക്റ്റുകൾക്കും റേറ്റ് അല്പം കൂടുതലാണ്. പല സാധനങ്ങളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ആളുകൾ പറയും, അല്ല, നിങ്ങൾ കുറവ് തന്നെയാണ്. നമ്മളിപ്പോ അടുത്ത് ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ പോയി നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചത് നിങ്ങളൊക്കെ റേറ്റ് കൂടുതലാണ്. അതേ വ്യക്തിയോട് അതേ കടയിലുള്ള അമൃത ബിന്ദു എടുത്ത് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോ അതിന്റെ മുകളിൽ 240 രൂപ MRP, 100 മില്ലി. അപ്പോ അതിന്റെ വില കൂടുതലാണോ വെച്ചു, ഇത് അല്പം കൂടുതലാണെന്ന് പറഞ്ഞു അദ്ദേഹം. മാർക്കറ്റിലെ മറ്റു പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് ഈ പറയുന്ന അമൃത ബിന്ദുവിന് അല്പം കൂടുതലാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഞാൻ നേരെ നമ്മുടെ ലിവഗൈൻ എടുത്ത് കാണിച്ചു കൊടുത്ത് പറഞ്ഞു, ഇതോ സാധനം ആയുഷ് മാർക്കുള്ള അതിന്റെ നേരെ ഡബിൾ ക്വാണ്ടിറ്റി ഉള്ള ലിവ് എഗെയിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ഇതിന്റെ റേറ്റ് 264 രൂപ. നേരത്തെ പറഞ്ഞ അമൃത ബിന്ദുവിന് 100 മില്ലിക്ക് 240 രൂപ. ഏതാണ് കൂടുതലെന്ന് ചോദിച്ച സമയത്ത് അവർ കൃത്യമായി പറഞ്ഞു, അല്ല, നമ്മളതാണ് കുറവ്. അപ്പോ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത്, കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് നമ്മൾ എല്ലാത്തിനും വില കുറവാണ്. പക്ഷെ ഇത് മാത്രം പരിചയപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള മറ്റ് പ്രൊഡക്റ്റുകളെ പറ്റി അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കൂടുതലാണ്. അതിന് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഒറ്റ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, വിവിധ തരം ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. കവചപ്രാശാണെങ്കിൽ 1 കിലോ മാത്രമേ ഉള്ളൂ, 500-250 ജാറുകൾ വേറെ ഇല്ല. അതേസമയത്ത് മാർക്കറ്റിൽ കിട്ടുന്ന ചവനപ്രാശങ്ങളൊക്കെ 250 ഗ്രാമും 500 ഗ്രാമും ഉണ്ട്. അവരെ സംബന്ധിച്ചോളം അത് വില കുറവായി തോന്നിക്കാനുള്ള സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
നമുക്കത് ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോ ഞാൻ പറഞ്ഞു ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഏറ്റവും നല്ല ക്വാളിറ്റി, അതേ സമയത്ത് വലിയ റേറ്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാ ആളുകൾക്കും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം. അത് വരണമെന്ന് ആഗ്രഹിച്ചു, അത് വന്നു. അതാണ് ഓൺ ആൻഡ് ഓൺ മുരിങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഓൺ ആൻഡ് ഓൺ മുരിങ്ങ എന്ന് പറഞ്ഞാൽ മുരിങ്ങ തന്നെയാണ്. മുരിങ്ങ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ മുരിങ്ങ എന്നാണ് സംസാരിക്കാറുള്ളത്. മുരിങ്ങ തന്നെയാണ് അതിന്റെ എക്സ്ട്രാക്ട്, അതിന്റെ സത്താണ്. മുരിങ്ങയുടെ ഇല പൊടിച്ച് ഭസ്മമാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ മഞ്ഞളും കുരുമുളകും. നമ്മുടെ കവറിന്റെ മുകളിൽ തന്നെ അതിന്റെ 3ന്റെ ചിത്രമുണ്ട്. അത്രയും സാധനങ്ങൾ അതിന് തുടങ്ങിയിട്ടുള്ളത്. ഈ പറയുന്ന മുരിങ്ങയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുരിങ്ങയുടെ ഏറ്റവും നന്നായി നമുക്കറിയുന്ന ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് വൈറ്റമിൻ എ എൻറിച്ച് ആണ്. വൈറ്റമിൻ എ എൻറിച്ച് ആയിട്ടുള്ള ഒരു മുരിങ്ങയുടെ ഗുണം എന്ന് പറയുന്നത് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിൽ, തിമിരം പോലുള്ള അസുഖങ്ങൾ വരാതെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ എ. അതുപോലെ തന്നെ ഇതിനകത്ത് കാൽസ്യം എൻറിച്ച് ആണ്. കാൽസ്യം എൻറിച്ച് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ല്, പല്ല്, മുടി വളർച്ചക്കൊക്കെ, അതേപോലെ തന്നെ ശരീരത്തിന്റെ പൊതുവായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമാണ് കാൽസ്യം. അപ്പോ കാൽസ്യം എൻറിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പൊട്ടാസ്യം എൻറിച്ച് ആണ്. പൊട്ടാസ്യം പൊതുവെ നമ്മുടെ ശരീരത്തിൽ എന്ത് ഗുണമാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്, BP കൺട്രോൾ ചെയ്യുന്നതിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പോഷക ഘടകമാണ് പൊട്ടാസ്യം. അതും ഇതിൽ എൻറിച്ച് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ, ശരീരത്തിന്റെ എല്ലാ കലകളുടെയും കോശങ്ങളുടെയും വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം അത് പ്രോട്ടീനാണ്. പ്രോട്ടീനാണ് നമ്മുടെ അടിസ്ഥാന ഘടകം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അമിനോ ആസിഡുകളുടെ ഒരു കൂമ്പാരം എന്ന് വേണം പറയാം. ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകൾ അത് 18ഉം ഇതിൽ കിട്ടുന്നത്. 22 അമിനോ ആസിഡുകളാണ് വേണ്ടത്. അതില് 4 അമിനോ ആസിഡുകൾ ശരീരം സ്വയമേവ ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട്, അല്ലാതെ വേണ്ട ശരീരത്തിന് പുറമേ നിന്ന് കിട്ടേണ്ട അമിനോ ആസിഡുകൾ കംപ്ലീറ്റ്ലി ഇതിൽ കിട്ടും എന്നുള്ളതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. വൈറ്റമിൻ സി എൻറിച്ച് ആണ്. സ്വാഭാവികമായും വൈറ്റമിൻ സി പൊതുവായി ആരോഗ്യത്തിന്, പ്രതിരോധ ശേഷിക്ക്, സ്കിൻ പെർഫെക്ഷന്, അങ്ങനെ ഒരുപാട് ദഹന പ്രക്രിയ ക്ലിയർ ആകുന്നതിന്, ശരീരത്തിന്റെ എല്ലാ കോശങ്ങൾക്കും പോഷകങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന്, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വൈറ്റമിൻ സി എന്ന് പറയുന്ന ഘടകം ഉള്ളത് കൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. ഇങ്ങനെ വൈറ്റമിൻസുകളുടെയും മിനറൽസിന്റെയും പ്രോട്ടീൻസിന്റെയും ഒക്കെ ഒരു കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ പ്രകൃതി മുരിങ്ങയിലൂടെ നമുക്ക് തരുന്നത്. ആ മുരിങ്ങയാണ് നമുക്ക് കൃത്യമായി പാക്ക് ചെയ്ത് അതിന്റെ എല്ലാ കൃത്യമായ നല്ല പ്രോസസ്സിൽ കൂടെ നമുക്ക് തരുന്നത്. അപ്പൊ തീർച്ചയായും മുരിങ്ങ ഇങ്ങനെ കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ദിവസവും നിങ്ങൾക്ക് മുരിങ്ങ കറി വെച്ചിട്ടോ അല്ലെങ്കിൽ തോരൻ വെച്ചിട്ടോ കഴിക്കാൻ പറ്റുമെങ്കിൽ മതി. പക്ഷെ മുരിങ്ങ ഏറ്റവും ഔഷധ ഗുണമുള്ളതാണെന്ന് അറിയാവുന്ന ആളുകൾ പോലും എല്ലാ ദിവസവും ഒരേ കണ്ടന്റ് അല്ലെങ്കിൽ ഒരേ ക്വാണ്ടിറ്റിയിൽ കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ആരും കൊടുക്കാറില്ല. അവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത. കാരണം ഇത് എല്ലാ ദിവസവും ഒരേ അളവിൽ മുരിങ്ങ നമ്മുടെ ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ആരോഗ്യത്തിന്റെ പെർഫെക്ഷൻ ഏറ്റവും ഗുണകരമായി നമ്മുടെ ഓൺ ആൻഡ് ഓൺ മുരിങ്ങ സഹായകരമാകും എന്നുള്ളതാണ് സത്യം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റിയാണ്. ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി നമ്മൾ സംസാരിക്കാറുള്ളത് 9E5 എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്കിലാണ്. ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും വളരെ പെർഫെക്ഷനോട് കൂടെ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി സഹായിക്കും. എളുപ്പത്തിൽ പറഞ്ഞ അത്ര മനസ്സിലാക്കിയാൽ മതി. എല്ലാ കോശങ്ങളുടെയും പെർഫെക്ഷൻ, ശരീരത്തിന്റെ ഓരോ അംശത്തിലും പെർഫെക്ഷൻ ആകുക, അതിന് നമ്മുടെ മുരിങ്ങ സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇതിന് ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി പോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ഒരു പ്രോബ്ലവും കൂടെയാണ്. ശരീരത്തിലുള്ള നീർക്കെട്ടുകളൊക്കെ ഇല്ല. ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നീർക്കെട്ട്, ശരീരത്തിൽ എവിടെയെങ്കിലും വെള്ളം നിറയുക അല്ലെങ്കിൽ നീര് നിറയുക എന്നൊക്കെ പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ
പല ഭാഗങ്ങളിലായിട്ടും നീർക്കെട്ടുകൾ ഉണ്ടാകുന്നത് തടയാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പൊതുവെ ഇത് എന്തിനൊക്കെ ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് തന്നെ കൂട്ടി വായിക്കാവുന്നതാണ്. കാരണം ഓരോ പ്രൊഡക്റ്റ് പറയുന്ന സമയത്തും ഇതിനകത്തുള്ള എന്തൊക്കെ ഗുണമുണ്ടെന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചുള്ളൂ, അതായത് മൂത്രത്തിൽ പഴുപ്പും കാര്യങ്ങളൊക്കെ പൊതുവെ സ്ത്രീകൾക്കാണ് കൂടുതൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അതിന് നല്ല ഗുണം ഇത് ചെയ്യും. അതായത് ഇത് ആന്റി സെപ്റ്റിക് ആണ്, ആന്റി ഫംഗൽ ആണ്, ആന്റി വൈറൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് ഇത് ഫംഗസുകളെയും ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ഗുണം ഇതിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ തടയാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ കൂടുതൽ ഇതാക്കുന്നതാണ് ഒന്ന് മുടിയുടെ വളർച്ച. ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മുടി വളർച്ച, അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, കാൽസ്യം ഉണ്ട്. കാൽസ്യം ഹെയർ ഗ്രോത്തിന് സഹായിക്കും. ഹെയർ ഗ്രോത്തിന് മാത്രമല്ല, അസ്ഥികളുടെയും പല്ലിന്റെയും ഒക്കെ ബലത്തിനും ഇത് സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത്. ഇനി ഇതിനെ കൊണ്ടുള്ള വേറെ ഒരു ഗുണം എന്ന് പറയുന്നത് ആന്റി ഡിപ്രഷൻ ആയിട്ട്, അതായത് നമുക്ക് എന്താ പറയാ, സ്ട്രെസ്സിനെ കുറക്കാൻ സഹായിക്കും. സ്വാഭാവികമായി നമ്മൾ ഫൈറ്റ്സസ് ഒക്കെ കൊടുക്കുന്ന ആളുകൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെ കൂടെ ഇതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ കിട്ടുകയും സ്ട്രെസ്സിനെ ചെറുക്കാനും ഒക്കെ സഹായിക്കും. അതേപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഡയബാലൈഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മളെ എന്താ പറയാ, ഷുഗർ എന്ന് പറയുന്ന സമയത്ത് ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു ഗുണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫൈറ്റസ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കാന്ന് പറഞ്ഞു. അതിന്റെ വേറൊരു കാരണം എന്ന് പറയുന്നത് മെന്റലി നമുക്ക് ഒരു ക്ലാരിറ്റി, അതായത് നമുക്ക് എന്താ പറയാ, ഒരു ഏകാഗ്രത അത് കിട്ടാൻ മുരിങ്ങ സഹായിക്കും. ഇനി മറ്റൊരു ഗുണം എന്ന് പറയുന്നത് വേറൊരു പ്രൊഡക്റ്റിനോട് ചേർത്ത് കൊടുക്കാനും നല്ലതാണ്. എല്ലാ പ്രൊഡക്റ്റിനും കൂടെ ചേർത്ത് കൊടുക്കാനും ഇനി ഒന്നും ഇല്ലെങ്കിലും സ്ഥിരമായി കഴിക്കാനും നല്ലതാണ്. എങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നു മാത്രം. നമ്മള് കുട്ടികളില്ലാത്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പല പ്രൊഡക്റ്റുകളും നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചോളം സൈക്ലോ ഹ്യൂമൻ കമ്പനിയോ ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് കൊടുക്കാൻ കഴിയും. പുരുഷന്മാരെ സംബന്ധിച്ചോളം പുരുഷന്മാർക്ക് നമ്മുടെ മാൻ ശക്തിമാൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് കൊടുക്കാൻ സാധിക്കും. കാരണം ഇത് കുട്ടികളില്ലാത്ത പുരുഷന്മാർക്ക് ബീജത്തിന്റെ വർധനവിന് സഹായിക്കുന്നു, പെർഫോമൻസ് വർധനവിന് സഹായിക്കുന്നു. ഇങ്ങനെ കുറെ ഗുണങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇനി മുരിങ്ങയില സ്ഥിരമായി കഴിക്കുന്നത് മറ്റൊരു ഗുണമുണ്ട്. നമ്മള് പ്രോബയോട്ടിക്കിനെ പറ്റി സംസാരിക്കാറുണ്ട്. പ്രോബയോട്ടിക് ഉള്ള ഗുണം എന്ന് പറയുന്നത് ദഹന പ്രക്രിയ ക്ലിയർ ആകാൻ, ശരീരത്തിന്റെ പോഷകങ്ങൾ നന്നായി ആഗിരണം ചെയ്യാൻ സഹായിക്കുമെന്ന് പറയാറുണ്ട്. സ്വാഭാവികമായും ഇതിനും അതേ ഒരു ഗുണമുണ്ട്. നല്ല ശോധനയെ ഡെവലപ്പ് ചെയ്യാൻ, അതായത് എന്താ പറയാ, മലയാളം പറഞ്ഞ പിന്നെ മറ്റേ പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ശോധന ഉണ്ടാക്കാൻ സാധിക്കും. ദഹന പ്രക്രിയ നല്ല പെർഫെക്റ്റ് ആയി ഡയജഷൻ, ഞാൻ അതിന്റെ വാക്ക് ഇങ്ങനെ ആലോചിച്ചു, ഡയജഷൻ, നല്ല ഡയജഷൻ ഉണ്ടാക്കി എടുക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, അതേപോലെ തന്നെ പ്രഗ്നൻസി ലെവലിലുള്ള സ്ത്രീകൾ, ചെറിയ കുട്ടികൾ, അവർക്ക് ആവശ്യമായ പോഷകങ്ങൾ മുലപ്പാലിൽ കൂടെ കിട്ടും. എങ്കിലും വളരെ ചെറിയ കുട്ടികൾക്ക് മുരിങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അവർക്ക് ഇത് വിഴുങ്ങാൻ കഴിയില്ല. വളരെ ചെറിയ കുട്ടികൾ കൊടുക്കണം ഞാൻ പറയുന്നില്ല. എങ്കിലും കുട്ടികളെ സംബന്ധിച്ചോളം ആരോഗ്യത്തിന് ബെസ്റ്റാണ്. പ്രഗ്നൻസി പീരീഡിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്ക് വേണ്ടുന്ന, ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും കൃത്യമായി കിട്ടുന്ന ഒരു ഉൽപ്പന്നം എന്നുള്ളതാണ്. നമ്മൾ പല സമയത്തും പ്രഗ്നൻസി പീരീഡിലുള്ള സ്ത്രീകൾക്ക് നമ്മൾ ന്യൂട്രിലൈഫ് മാത്രമേ റെക്കമെൻഡ് ചെയ്യാറുള്ളൂ, മറ്റുള്ള പ്രൊഡക്റ്റുകളൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല. അപ്പൊ സ്വാഭാവികമായും നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ മുരിങ്ങ നിങ്ങൾക്ക് ധൈര്യസമേതം കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഗുണം. പിന്നെ ഇതിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഡീറ്റോക്സിഫിക്കേഷൻ കപ്പാസിറ്റി ഇതിനുണ്ട് എന്നുള്ളതാണ്. അതായത്
ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക, അതിനെ പുറന്തള്ളാനുള്ള കപ്പാസിറ്റി ഇതിന് ഉണ്ട് എന്നുള്ളത് മറ്റൊരു ഗുണമാണ്. അതുപോലെ തന്നെ അൾസറിനെ ചെറുക്കാൻ, നമ്മൾ പുണ്ണ്, വയറ്റ് പുണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ലിവഗൈൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്ന പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്, അത് കൊടുക്കും. അതിനൊക്കെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു ഗുണമാണ്. ഇനി വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉണങ്ങാത്ത മുറിവുകളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ നമ്മൾ വൂണ്ട് ഹീലിംഗ് ബെസ്റ്റ് പ്രൊഡക്റ്റാ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ വൂണ്ട് ഹീലിംഗ് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് കഴിക്കാൻ ഒരു പ്രൊഡക്റ്റ് കൂടെ തരാം ഞാൻ എന്ന് പറഞ്ഞ് നമ്മളെ മുരിങ്ങ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണക്കമുണ്ടാകാനും മുറിവുകളൊക്കെ വളരെ ഫാസ്റ്റായി അവർക്ക് ഹീൽ ചെയ്തെടുക്കാനും കഴിയും എന്നുള്ളതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊതുവെ എല്ലാവർക്കും ഭയമാണ് എന്ത് ട്യൂമറുകളൊക്കെ വരുന്നത്. അതായത് തലച്ചോറിലും അങ്ങനെ പല ഭാഗങ്ങളിലും നമുക്ക് മുഴകളൊക്കെ വരുന്നതിനെ പേടിയാ എല്ലാവർക്കും. സ്വാഭാവികം ഇത് സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഇത് വരില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആന്റി ഫംഗലാണ്, ആന്റി വൈറസ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ബാക്ടീരിയൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, ഇത് സ്കിൻ പെർഫെക്ഷൻ ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ സ്കിൻ പെർഫെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, സ്വാഭാവികമായും എല്ലാ ആളുകൾക്കും മുഖത്തൊക്കെ ചുളിവ് വന്നു തുടങ്ങിയ ഒരു പേടിയാണ്. അയ്യോ ഞാൻ പ്രായമൊക്കെ ആയല്ലോ. ഇത് സ്ഥിരമായി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം സ്കിൻ പെർഫെക്ഷന് നിങ്ങൾ വേറെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയും ആലോചിക്കേണ്ടതില്ല. ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് മതി. നല്ല ഗ്ലോയിങ് സ്കിന്ന്, നമ്മൾ ഫേസ് വാഷ്, റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് ഉപയോഗിക്കും. നല്ല ഗ്ലോയിങ് സ്കിന്നിന് പുറമേ നിന്ന് എത്ര ക്ലിയർ ആക്കിയാലും ഉള്ളിൽ നിന്ന് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ വലിയ പ്രയോജനമൊന്നുമില്ല. അവിടെ നമ്മളെ സംബന്ധിച്ചോളം ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുറമേയുള്ള സ്കിന്നിനെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്ന, ഗ്ലോയിങ് സ്കിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, സ്കിൻ പെർഫെക്ഷന് സഹായിക്കുന്ന, ശരീരത്തിന്റെ തൊലി നല്ല സ്മൂത്ത് ആയിരിക്കാനും എന്താ പറയാ സൂത്തായിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണ്. അതായത് ചുരുക്കി പറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തു തന്നെയാണ് എന്ത് നമ്മുടെ മുരിങ്ങ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും നിർമ്മിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. സ്വാഭാവികമായും നിങ്ങളൊരു 5 or 6 മുട്ട കഴിച്ചാൽ കിട്ടുന്ന അത്രയും പ്രോട്ടീൻ 1 gram നമ്മുടെ മുരിങ്ങയിൽ നിന്ന് കിട്ടും. ഇനി ഇതിൽ കാൽസ്യം എൻറിച്ച് ആണെന്ന് പറഞ്ഞു. സ്വാഭാവികമായും നമ്മുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ് വന്നിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം എന്നില്ല. അത്രയും പെർഫെക്റ്റ് സാധനമാണ് നമ്മുടെ ഓൺ ആൻഡ് ഓൺ മുരിങ്ങ എന്ന് പറയുന്നത്. വൈറ്റമിൻ സി എൻറിച്ച് ആണ്. വൈറ്റമിൻ എ അടങ്ങിയത് കൊണ്ട് തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി നന്നായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചുരുക്കി പറഞ്ഞ ഓൾ ഓവർ എല്ലാ തരത്തിലും ഏതർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാലും ശരീരത്തിന്റെ ഓരോ കോശങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, ഏറ്റവും നല്ല ആന്റി ഫംഗൽ ആയിട്ടുള്ള, അതേപോലെ തന്നെ ആന്റി വൈറൽ ആയിട്ടുള്ള, അങ്ങനെയുള്ള ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പ്രൊഡക്റ്റ് ആണ് മുരിങ്ങ. ഇതിനകത്ത് വെറും മുരിങ്ങ അല്ല ആഡ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഞാനിപ്പം പറഞ്ഞു സ്കിൻ പെർഫെക്ഷനൊക്കെ നമുക്ക് ഏറ്റവും നല്ല ഗ്ലോയിങ് സ്കിന്നൊക്കെ സഹായിക്കുന്ന മറ്റൊരു ഘടകം അതിനകത്തുണ്ട്, മഞ്ഞളുണ്ട്. ഇത് ഓൾറെഡി മുരിങ്ങ എന്താണ്, ഇതാണ് ടോക്സിൻസ് റിമൂവർ ആണ്. ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും റിമൂവ് ചെയ്യാൻ സഹായിക്കും. പക്ഷെ മഞ്ഞളും അതേപോലെ സഹായിക്കും. അപ്പോ മഞ്ഞൾ ഇതിനകത്തുള്ള മറ്റൊരു ഘടകമാണ്. ഇനി അതേപോലെ തന്നെ കുരുമുളകും നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിലും ശരീരത്തിലെ താപനില നിലനിർത്തുന്നതിലും ഈ പറയുന്ന ഏത് ഔഷധങ്ങളുടെയും മൂല്യം ശരീരത്തിന് മാക്സിമം നന്നായി ഉപയോഗപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിൽ അതിനെ സപ്പോർട്ടീവായിട്ട് ശരീരത്തിന് മാക്സിമം നന്നായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലേക്ക് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഓൺ ആൻഡ് ഓൺ മുരിങ്ങ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഈ മുരിങ്ങ ഏതൊരു വ്യക്തിക്കും, ഏത് പ്രായത്തിലുള്ള ആളുകൾ സ്ഥിരമായി
ഒരു ക്യാപ്സൂൾ വീതം നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ലോങ് ലൈഫ് വിത്ത് ഹെൽത്ത്. നല്ല ആരോഗ്യത്തോടൊപ്പം തന്നെ ഒരുപാട് കാലം ജീവിക്കാൻ, നല്ല സൗന്ദര്യത്തോടു കൂടി തന്നെ ഒരുപാട് കാലം ജീവിക്കാൻ, നല്ല എന്താ പറയാ കാഴ്ചശക്തിയോട് കൂടി തന്നെ. പ്രായമാകുന്ന സമയത്ത് ഞാനൊക്കെ ഇപ്പൊ കണ്ണട വെച്ചു, ഇപ്പോഴാണ് ഇറങ്ങുന്നത് പ്രൊഡക്റ്റ്. ശരിക്കും നേരത്തെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും കണ്ണട വെക്കേണ്ട വരില്ലായിരുന്നു. അപ്പോ കാഴ്ചശക്തി നിലനിർത്തിക്കൊണ്ട്, ആരോഗ്യം നിലനിർത്തിക്കൊണ്ട്, സ്കിന്നിൽ പെർഫെക്ഷൻ നിലനിർത്തിക്കൊണ്ട്, നല്ല ആരോഗ്യത്തോടു കൂടെ തന്നെ, നല്ല ചുറുചുറുക്കോടു കൂടെ തന്നെ ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഓൺലൈൻ മുരിങ്ങ. ഇതിന് പ്രായഭേദമില്ല, ഇതിന് കോഴ്സ് ഇല്ല. അതായത് 3 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് അല്ല ഇത്. ലൈഫ് ലോങ് എല്ലാ വ്യക്തികളും അവരവരുടെ വീട്ടിൽ, അവരവരുടെ ഫാമിലിയിൽ ഓരോ വ്യക്തിയും ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് ഇത് ഓൺലൈൻ മുരിങ്ങ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓൺലൈൻ മുരിങ്ങ എല്ലാ പ്രൊഡക്റ്റുകളും ചില സമയത്ത് നമ്മുടെ സ്റ്റോറുകളിൽ ഷോർട്ടേജ് വരാറുണ്ട്. അങ്ങനെ ഷോർട്ടേജ് വന്നാലും നമ്മളെ സംബന്ധിച്ചോളം കയ്യിൽ ഇല്ലാതെ പോകരുത്. ഒരു 10-12 ഒക്കെ എല്ലാവരും വാങ്ങി വെച്ചോ, ഒരു ഡസനൊക്കെ വാങ്ങി വെച്ചോ. ചെറിയ റേറ്റേ ഉള്ളൂ. നമുക്ക് 675 രൂപക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ MRP ഞാൻ നോക്കിയിട്ടില്ല, എങ്കിലും നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയ ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യ ഷോപ്പി ത്രൂ നേരെ ഇറങ്ങി ഉടനെ വാങ്ങി ഞാൻ ആദ്യം എന്റെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോ അത്രയും ആവേശമായിരുന്നു എനിക്ക്. ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് വന്നതുണ്ട് ഞാൻ ഒരിക്കലും ഒഴിവാക്കില്ല. ഞാനിപ്പോ എപ്പോഴും ഓർഡർ ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായി മുരിങ്ങയെ മാറ്റിയിട്ടുണ്ട്. കാരണം എല്ലാ ആളുകൾക്കും വലിയ സാമ്പത്തിക ചെലവില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് 675 രൂപക്ക് ഒരു ഓൺലൈൻ മുരിങ്ങ വാങ്ങിയ 2 മാസത്തേക്ക് ഉണ്ടാവും. ഡെയിലി ഒന്ന് കഴിച്ചാൽ മതി, സ്ഥിരമായി ഒന്ന് കഴിച്ചു പോയാൽ മതി. ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചോളം, ശരീരത്തിൽ ഭയങ്കര ക്ഷീണവും എന്താ പറയാ കണ്ണിനൊക്കെ തിമിരം, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ 2 കഴിക്കാം. അല്ലാത്ത എല്ലാ ആളുകളും ഡെയിലി ഒന്ന് കഴിച്ചാൽ മതി. അപ്പോ ഇതാണ് ഈ മുരിങ്ങയെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പോ ഇത് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത്, വൈറ്റമിൻ സിയും സിങ്കും അടങ്ങിയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് നെല്ലിക്കയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോ അത് നിർബന്ധമില്ല ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ. ഇനി വൈറ്റമിൻ സി സ്ഥിരമായി കഴിച്ചാലും ഞാൻ ഈ പറഞ്ഞ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്കിൻ പെർഫെക്ഷൻ കിട്ടും, പൊതുവെ ആരോഗ്യം വർദ്ധിക്കാൻ സഹായിക്കും, ഇങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി എന്ന് പറയുന്ന ആ ടാബ്ലറ്റിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആവേശം വൈറ്റമിൻ സി ക്യാപ്സ്യൂൾ ടാബ്ലറ്റിനേക്കാൾ കൂടുതൽ പറയാനുള്ള ആവേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഓൺലൈൻ മുരിങ്ങ തന്നെയാണ്. കാരണം അതിലെല്ലാ കണ്ടന്റും അടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ അത് ആ പ്രൊഡക്റ്റ് നമുക്ക് ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റിയെ പ്രദാനം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി നമുക്ക് പറയാനുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹെർബൽ ആന്റാസിഡ് ആണ്. അത് എല്ലാവർക്കും പേര് കൊണ്ടറിയാം, ആന്റി അസിഡിറ്റി എന്നുള്ളതിന്റെ ഒരു ചുരുക്കം. അത് അസിഡിറ്റിയെ ചെറുക്കാൻ സഹായിക്കുന്ന ഒരു ഹെർബൽ പ്രൊഡക്റ്റ്. അത് യഥാർത്ഥത്തിൽ അതിനൊറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ എല്ലാ കാലങ്ങളും പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന, അസിഡിറ്റിയെ ചെറുക്കാൻ ആയുർവേദത്തിൽ എത്രയോ കാലങ്ങളായി ഉപയോഗിച്ച് വരുന്ന ഒരു ചൂർണമാണ് ആ പറയുന്ന സാധനം. അവിപത്തിക ചൂർണം എന്ന് പറയും. അതിൽ ഏകദേശം 14ഓളം ആയുർവേദ ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സ്വാഭാവികമായും അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മളെ ലിവഗൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സ്പോട്ടിൽ ഉണ്ടാകുന്ന അസിഡിറ്റി, അതായത് എന്താ പറയാ, ഏതെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പം പോകണം തോന്നും, ഇനി അല്ലെങ്കിൽ വയറിന് പോച്ചലൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ആന്റി അസിഡിറ്റി എന്നുള്ളതിന്റെ ചുരുക്കമാണ് ആന്റാസിഡ് എന്ന് പറയുന്ന ആ പേര്. അതിൻ്റെ അകത്ത് ഒരുപാട് കണ്ടന്റുകളുടെ, എല്ലാ കണ്ടന്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല, എങ്കിലും അതിനകത്ത് ഇഞ്ചിയും കുരുമുളകും അതേപോലെ തന്നെ കടുക്ക, താനിക്ക, തിപ്പല്ലി, ഇങ്ങനെയുള്ള കുറെ കണ്ടന്റുകളൊക്കെ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഏലമുണ്ട്, ഗ്രാമ്പു ഉണ്ട്, അതുപോലെ തന്നെ ജാതിപത്രി ഉണ്ട്, കറുവപ്പട്ട ഉണ്ട്.
കുറെ സാധനങ്ങൾ ചേർന്നിട്ടുള്ള, അതുപോലെ ശർക്കര. അതിന് നിങ്ങൾക്ക് വായിലിടുന്ന സമയത്ത് അറിയാം ഒരു മധുരം ഉണ്ടാവും. നമ്മൾ സാധാരണ ശർക്കര, ഒറിജിനൽ ശർക്കര എന്ന് വെച്ചാൽ പഞ്ചസാര അല്ല, ശർക്കര എന്ന് തന്നെ പറയാൻ കാരണം പഞ്ചസാര ആകുന്ന സമയത്ത് കെമിക്കലിലേക്ക് പോകും. ഇത് കരിമ്പ് ജ്യൂസ് വറ്റിച്ച് എടുക്കുന്ന ശർക്കരയാണ് യഥാർത്ഥത്തിൽ ശർക്കര, വെല്ലം എന്നൊക്കെ പറയുന്നത്. അതിനകത്തും ഇപ്പൊ ഇഷ്ടംപോലെ കെമിക്കലുകൾ ചേർക്കുന്നുണ്ട്. ഈ കെമിക്കലുകളൊന്നും ചേരാത്ത നല്ല ശർക്കര അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോ അതുപോലെ തന്നെ നമുക്കതിനകത്ത് വായിലേക്ക് ഇടുന്ന സമയത്ത് നമുക്കൊരു ടേസ്റ്റ് വരും. മധുരം കൂടാതെ ഒരു ഉപ്പും ഉണ്ട്, ഒറിജിനൽ ഉപ്പ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഏകദേശം 14ഓളം കണ്ടന്റുകൾ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിന് ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റിയെ, അതായത് നമ്മുടെ അസിഡിറ്റി വരാനുള്ള കാരണം, ഒരു പ്രധാനപ്പെട്ട കാരണം ലിവർ ഫങ്ഷൻ പെർഫെക്റ്റ് അല്ല എന്നുള്ളത് തന്നെയാണ്. അതിനും കാരണം എന്ന് പറയുന്നത് നമ്മുടെ രുചിയോടുള്ള എന്താ പറയാ കുറച്ചുകൂടെ ആഭിമുഖ്യമോ എന്ത് പറയുന്നത് എനിക്കറിയില്ല. നമ്മൾ ഏതെങ്കിലും ആഗ്രഹങ്ങൾ, ഒരു ഭക്ഷണ പദാർത്ഥത്തെ നമ്മൾ ആഗ്രഹിക്കുകയും എന്നാൽ അത് കിട്ടാതെ വരുന്ന സമയത്ത് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. നമ്മള് മുമ്പിൽ ഒരാള് പുളി വായിലേക്ക് വെച്ച് വലിക്കുന്നു, സ്വാഭാവികമായിട്ട് നമ്മള് ശരീരം ഓട്ടോമാറ്റിക് സ്പോട്ടിൽ അതിനുള്ള പ്രതിരോധം എന്ന് വേണമെങ്കിൽ പറയാം, പ്രതിരോധം അല്ല, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തും. നേരെ മുമ്പിൽ നിന്ന് ഒരാള് ഒരു വാളം പുളി പൊട്ടിച്ച് അത് നേരെ വായിലിട്ടേക്ക് ഒന്ന് കടിച്ച് വലിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ, നമ്മൾ എത്ര നിയന്ത്രിച്ചാൽ പോലും നിർത്താൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ വായിലേക്ക് ഉമിനീര് വന്ന് നിറയും. എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പുളി ശരീരത്തിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യം ആൽക്കലിയാണ്. പുളി ആസിഡാണ്, എന്ന ഉമിനീര് ആൽക്കലൈനാണ്. അപ്പൊ പുളിയെ നന്നായി ദഹിപ്പിക്കണമെങ്കിൽ ആൽക്കലിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ട ആള് നമ്മുടെ ലിവർ അല്ല, മറിച്ച് നമ്മുടെ സലൈവ ഗ്ലാൻഡാണ് കൂടുതൽ പ്രവർത്തിക്കേണ്ടത്. സ്വാഭാവികമായും നന്നായി വായിലേക്ക് വെള്ളം ഒഴുകും. ഈ വെള്ളം ഒഴുകി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉമിനീര് ഇറങ്ങി കഴിഞ്ഞാൽ അത് വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ദഹനത്തിന്റെ സ്റ്റാർട്ടിങ് ഈ പ്രൊഡക്റ്റ് എത്തുന്നതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഒരു ഭക്ഷണം ശരീരത്തിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ദഹന പ്രക്രിയ ആരംഭിച്ചു എന്നുള്ളതാണ് സത്യം. ഇതുകൊണ്ടാണ് നമ്മൾ പണ്ട് പറയുക കൊതികൂടുക എന്ന് പറയുന്നത്. ഒരാൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എനിക്ക് തന്നിട്ടില്ല നിനക്ക് കൊതികൂടും എന്നാ പറയുന്നത്. ഒരിക്കലും അല്ല, എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എനിക്ക് കൊതികൂടും, ഇതാ സത്യം. ഇങ്ങനെ നമ്മുടെ ശരീരം തയ്യാറെടുക്കുന്ന സമയത്ത് ആ ഭക്ഷണ പദാർത്ഥം ചെന്നില്ലെങ്കിൽ ശരീരത്തിലെ എൻസൈംസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ട തയ്യാറെടുപ്പ് നടത്തുകയും, എന്നാൽ ദഹിക്കാനുള്ള സാധനങ്ങൾ ഇല്ലെങ്കിൽ അത് നേരെ നമ്മുടെ ആമാശയത്തെയും കുടലിനെയും സാരമായി ബാധിക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമാണ് അസിഡിറ്റി എന്ന് പറയുന്ന സാധനം ഫോം ചെയ്യുന്നത്. അതായത് ദഹനത്തിനുള്ള സാധനമില്ലാതെ ദഹനത്തിനുള്ള തയ്യാറെടുപ്പ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി ഉണ്ടാകും ഒന്ന്. ഇനി അതേ സമയത്ത് ചില ഭക്ഷണം ചെന്നാൽ തന്നെയും ഇതിനെ ദഹിപ്പിക്കേണ്ട രസങ്ങൾ എന്തൊക്കെയാണോ അത് കൃത്യമായി പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്ന സമയത്തും നമുക്ക് അസിഡിറ്റി ഉണ്ടാവും. അപ്പൊ ചില ആളുകൾ ഭക്ഷണം കഴിച്ചാൽ ലിവറിന് ഒരു കൺഫ്യൂഷൻ വരിക. ലിവറാണ് ഈ പറയുന്ന ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട സൈൻസ് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ലിവർ ഫങ്ഷൻ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ, അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ഡാമേജ് ആയാലും ഈ പറയുന്ന അസിഡിറ്റി ഒക്കെ കൂടുതൽ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ലിവഗൈന്റെ പെർഫെക്ഷൻ കൊണ്ട് സാധിക്കുമെങ്കിലും അതില്ലാത്ത ചില കണ്ടീഷനൊക്കെ ഉണ്ടാകാം. ആ സാഹചര്യങ്ങളിൽ നമുക്ക് നെഞ്ചരിച്ചല് പ്രശ്നമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയാ, ഏമ്പക്കം വിടുക, അങ്ങനത്തെ കുറെ പ്രോസസ് നടക്കും. ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചാലും ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്, നമ്മളെ ഫാൻസിന്റെ ഒക്കെ വട്ടം പോലെ വലിയൊരു ടാബ്ലറ്റാ വട്ടത്തിലുള്ളത്. ഈ പറയുന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അങ്ങനെ നുണച്ചോളുക. അത് നുണഞ്ഞു തുടങ്ങുന്നതോടൊപ്പം തന്നെ നമ്മുടെ അസിഡിറ്റി 100% പെർഫെക്റ്റ് ആകാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹെർബൽ ആന്റാസിഡ്. ഇനി സ്ഥിരമായി ഈ പ്രോബ്ലം ഉള്ള ആളുകൾ ഇതൊന്നും സ്ഥിരം കഴിക്കേണ്ട സാധനം തന്നെ. ഹെർബൽ ആന്റാസിഡ് ഒന്നും സ്ഥിരം കഴിക്കേണ്ട സാധനമല്ല. 30 ടാബ്ലറ്റ് ആണ് അതിനകത്തുള്ളത്. 3 ചെറിയ ബോട്ടിലുകളാണ്. നമ്മളെ പോപ്പിൻസിന്റെ ഒക്കെ ഗുളിക ഇട്ട് വെച്ച പോലല്ലോ, പോപ്പിൻസിനൊക്കെ എന്താ പറയാ ഇതുണ്ടല്ലോ മുട്ടായികള്, അതിട്ട് വെച്ച പോലെ 10 എണ്ണം ഇട്ടിക്ക് വെച്ചിട്ടുണ്ട്. എടുത്തൊന്ന് വായിലിടുക, അങ്ങനെ നുണഞ്ഞോളുക. ഇതിനൊന്നും സമയവും കാര്യമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോ അസിഡിറ്റി തോന്നുന്നു അപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോ
ഇന്ന് ഞാൻ 2 പ്രൊഡക്റ്റുകളെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇനി നമുക്ക് പറയാനുണ്ട്, നമ്മളെ ആയുർവേദ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പം തൽക്കാലം നിർത്തുന്നു. എങ്കിലും അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ആയുർവേദ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കുള്ളതാണ്. ചെറിയ മക്കൾക്ക്, അതായത് ഒരു 4 മാസം പ്രായമായ കുട്ടികൾ മുതൽ അങ്ങോട്ടുള്ള ആളുകൾ, 10 വയസ്സ് വരെ, മാക്സിമം 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അതിന്റെ അപ്പുറത്തെ കുട്ടികൾ എന്ന് പറയില്ല. പിന്നെ അപ്പുറത്തെ എന്തായി ടീനേജ് ഒക്കെ പോയി 12, 13 മുതൽ ടീനേജ് ആണ്. ഒരു 10 വയസ്സ് വരെ ശൈശവ 10 പറയാൻ പറ്റില്ലല്ലേ, എങ്കിൽ കുഴപ്പമില്ല. ഒരു 10 വയസ്സ് വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ആയുർവേദ എന്ന് പറയുന്നത്. ഇത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിവഗെയിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷെ ചെറിയ കുട്ടികൾക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കണ്ടന്റുകൾ അതിനകത്തുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിശദമായി സംസാരിക്കാം. ഇപ്പൊ എന്താണ് എന്നുള്ളത്, എന്തിനാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ചെറിയ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായും അവരുടെ ദഹന പ്രക്രിയ ക്ലിയർ ആണെങ്കിൽ, ദഹന വ്യവസ്ഥ പെർഫെക്റ്റ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാരണം അതുവരെ അമ്മയുടെ വയറ്റിൽ നിന്ന് എല്ലാ പ്രവർത്തനവും അമ്മയുടെ ശരീരമാണ് ചെയ്തു കൊടുത്തത്. അതിനുള്ള എല്ലാ ഫുഡ് സപ്ലിമെന്റും കൊടുത്തതും അമ്മയാണ്. അമ്മയുടെ പൊക്കിൾ കൊടിയിൽ കൂടെയാണ് എല്ലാ ഫുഡ് സപ്ലിമെന്റുകളും, എല്ലാ ഫുഡും അതിന്റെ പോഷകങ്ങൾ അതിന്റെ ശരീരത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ദഹന വ്യവസ്ഥയൊക്കെ എന്തെങ്കിലും വയറ്റിൽ ചെന്ന് തുടങ്ങിയാൽ മതിയല്ലോ. അത് പുറത്തെത്തിയതിനു ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകാറുണ്ട്. ചെറിയ കുട്ടികൾക്ക് മലബന്ധം ഉണ്ടാവും, ചെറിയ കുട്ടികൾക്ക് ഒഴിച്ചിലുണ്ടാവും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന, ചുരുക്കി പറഞ്ഞ അജീർണത്തെ, ഒന്നങ്ങനെ പറയാം, കുട്ടികൾക്ക് ഉണ്ടാകുന്ന അജീർണത്തെ ചെറുക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നല്ല ദഹനം കുട്ടികൾക്ക് ഉണ്ടാകാൻ, ശരീരത്തിൽ കിട്ടുന്ന പോഷകങ്ങളെ നന്നായി ശരീരത്തിൽ ആഗിരണം ചെയ്യുന്ന തരത്തിലേക്ക് കുട്ടികൾക്ക് അതിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഈ പറയുന്ന ആയുർവേദ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. ഒരു 5 തുള്ളി മുതൽ ഒരു 10 15 തുള്ളി വരെ കൊടുക്കാം. ഒരു 5 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ മാക്സിമം ഒരു 10 തുള്ളി, മാക്സിമം 10 തുള്ളി, 5 തുള്ളി മുതൽ 10 തുള്ളി വരെ ഡെയിലി രാവിലെയും രാത്രിയും വായിലേക്ക് കുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, സ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനുള്ള ഒരു പ്രൊഡക്റ്റാണ് ആയുർവേദ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. അപ്പോ നമുക്ക് നന്നായി പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ എത്തിയിട്ടുള്ളതല്ല, പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് ഓൺലൈൻ മുരിങ്ങ. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, എല്ലാ ആളുകൾക്കും ഇത് കൊടുക്കേണ്ടതാണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാനശാക്തിമാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പീരീഡ്സുമായിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൊടുക്കണം. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇത് കൊടുക്കണം. ഏത് അർത്ഥത്തിലായാലും നിങ്ങൾ ഏത് പ്രൊഡക്റ്റിനോടെയും ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഓൺലൈൻ മുരിങ്ങ. തീർച്ചയായും എല്ലാവരും നന്നായി ഉപയോഗപ്പെടുത്തുക. എല്ലാവരുടെയും ആരോഗ്യത്തെ സംരക്ഷിക്കുക. നമുക്ക് എല്ലാവർക്കും ചുറുചുറുക്കോടുകൂടി തന്നെ ഹെൽത്തി ആയി, സ്കിൻ പെർഫെക്ഷനോട് തന്നെ, പ്രായമൊന്നും പോരുത് നമുക്ക്. ഇന്ന് എങ്ങനെയാണോ നമ്മൾ കണ്ടു തുടങ്ങിയത്, ഇതേ അവസ്ഥയിൽ കുറെ കാലം നമുക്ക് കാണാൻ കഴിയണം. കുറച്ച് കഴിയുന്ന സമയത്ത് വയസ്സായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്ന് കിടക്കുന്ന രീതിയിൽ ഒന്നും കാണരുത്. നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരേപോലെ എല്ലാ ആളുകൾക്കും ഒറ്റ അവസ്ഥയിൽ കാണാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തുക. മാക്സിമം ഇത് പ്രചരിപ്പിക്കുക, ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ തന്നെ ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനി റിവ്യൂ ഒക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് നമുക്ക് കൃത്യം 7 മണിക്ക് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രോഗ്രാം കൊണ്ടുപോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മലയാളം.